നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടുക്കളകൾ സ്വീകരണ മുറികളെക്കാൾ മനോഹരമാക്കുന്ന കാലമാണിത്. തിളങ്ങുന്ന വാഷ് ബേസിനും ടൈൽസും റാക്കുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ മോഡിയുടെ ഉപാധികളായി ഒരു വശത്ത്, മറുവശത്താണെങ്കിലോ സ്ത്രീകളുടെ ജീവിതവും സുരക്ഷിതത്വവും സംബന്ധിച്ച ആകുല ചിന്തകളും. ഗ്രാമീണ വികസനത്തിന്റെ പ്രകാശമാനമായ കഥകൾ മാത്രമല്ല, ആകുല ചിന്തകളും പങ്കുവെക്കുന്നുണ്ട് ഗ്രീൻ കേരള എക്സ്പ്രസിലൂടെ. മറ്റൊരു അധ്യായം കൂടി ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. TV ചന്ദ്രൻ സംവിധാനം ചെയ്ത പാഠം ഒരു വിലാപം നിരവധി പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ്. നിലമ്പൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇതിന്റെ നിർമ്മാതാവ് മാത്രമല്ല, കഥാകൃത്ത് കൂടിയാണ്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ആവിഷ്കരിക്കാനുള്ള കലാകാരന്റെ മനസ്സ് തന്നെയാവണം സ്ത്രീധനരഹിത ഗ്രാമം എന്ന പദ്ധതി ആസൂത്രണം ചെയ്യാൻ പഞ്ചായത്തിനെ സഹായിച്ചത്. ഈ പദ്ധതിയുടെ സുസ്ഥിരതയെക്കുറിച്ച് നമ്മുടെ വിധികർത്താക്കളുടെ വിലയിരുത്തൽ അറിയാം. ഒപ്പം പഞ്ചായത്തിന്റെ സമഗ്ര വികസന കാഴ്ചപ്പാടും ചോദിച്ചറിയാം. സ്വാഗതം ചെയ്യാം നിലമ്പൂരിനെ ഈ വേദിയിലേക്ക്. നമ്മുടെ വിധികർത്താക്കളെ പരിചയപ്പെടാം. ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ശ്രീ R ഹേലി, പ്രൊഫസർ MK പ്രസാദ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS, എഴുത്തുകാരിയും സാമൂഹ്യശാസ്ത്ര ഗവേഷകയും സംസ്കൃത സർവകലാശാല അധ്യാപികയുമായ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ, ISROയിലെ മുൻ ശാസ്ത്രജ്ഞനും ഇൻഫർമേഷൻ കേരള മിഷന്റെ കൊച്ചി കോർഡിനേറ്ററുമായ ശ്രീ C രാമചന്ദ്രൻ. നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ കൂടാതെ മറ്റ് ജനപ്രതിനിധികൾ, പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഗുണഭോക്താക്കൾ എന്നിങ്ങനെ നിരവധി പേർ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വീണ്ടും ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ. കാരണം ഞങ്ങളൊരു ഗ്രാമത്തിൽ നിന്ന് പ്രത്യേകിച്ചും തലസ്ഥാനത്തേക്ക് വരുന്നു. എൻ്റെ കൂടെ ആദ്യമായി അക്ഷരം പഠിച്ച പഠിതാക്കൾ, അതേപോലെ തന്നെ ആദ്യമായി സ്ത്രീധനരഹിത വിവാഹം ചെയ്ത വധൂവരന്മാർ, അതുപോലെ തന്നെ കർഷകർ, തൊഴിലുറപ്പ് പദ്ധതിയുടെ ആളുകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോളേജിൻ്റെ പഠിതാക്കൾ, അങ്ങനെ നിരവധി കർഷകർ, എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ച്, ഒപ്പത്തിനൊപ്പം നമ്മുടെ SC/ST കോളനിയിലെ ഞങ്ങളുടെ പഠിതാക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ച നമ്മുടെ വിധികർത്താക്കൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ദൃശ്യങ്ങൾ കണ്ടിട്ട് മടങ്ങിയെത്താം. സ്ത്രീധന വിമുക്ത ഗ്രാമം എന്ന പദ്ധതിയുമായി ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ 2ാം റൗണ്ടിൽ പ്രവേശിച്ച നിലമ്പൂർ പഞ്ചായത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. സ്ത്രീധന വിമുക്ത ഗ്രാമ പദ്ധതി മാത്രമല്ല ഇവിടെയുള്ളത്. സംസ്കാരം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികളാണുള്ളത്. അപ്പം നമുക്ക് ഇന്ന് ജൂറി ഏതൊക്കെ പദ്ധതികളാണ് നേരിട്ട് സന്ദർശിച്ച് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. നിലമ്പൂർ പഞ്ചായത്തിന്റെ ഫീൽഡ് വിസിറ്റ് ഇവിടെ തുടങ്ങുകയാണ്. SC/ST വിഭാഗക്കാരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായുള്ള ഒപ്പത്തിനൊപ്പം എന്ന വിദ്യാഭ്യാസ പരിപാടി സന്ദർശിക്കുവാനാണ് നമ്മുടെ ജൂറി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിലെ 19 SC/ST കോളനികളിലും ഒപ്പത്തിനൊപ്പം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. ടീച്ചറാണ് ഈ കേന്ദ്രത്തിന്റെ സെലീൻ അല്ലേ? നല്ല ഗ്രൂപ്പാക്കി തിരിക്കും. LP UP വിഭാഗം ഗ്രൂപ്പാക്കി തിരിക്കും. എത്തുന്നുള്ളൂ. കാരണം ഇവര് തീരെ ഒന്നും അറിയാത്ത കുട്ടികളാണ്. സമൂഹത്തിന് മുമ്പിൽ തീരെ ഇറങ്ങാത്ത കുട്ടികളാകുമ്പോൾ അവരെ ഇറക്കി കൊണ്ടുവന്നിട്ട് ബാക്കി ക്രമേണ 1 by 1 ആയിട്ട് എടുക്കാനേ പറ്റുള്ളൂ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എന്താ പേര്? നിഖിൽ. നിഖിൽ അക്ഷരമൊക്കെ എഴുതാൻ പഠിച്ചോ? ഇംഗ്ലീഷ് അക്ഷരമാണോ മലയാളമാണോ? ഇത് എത്ര സമയം ഉണ്ടാവും രാവിലെ? എപ്പോ മുതൽ? രാവിലെ നമ്മൾ 8 മുതൽ സ്കൂളിൽ പോകുന്നവരെ 9:30 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 4 മണിക്ക് വീണ്ടും വരും. ഫസ്റ്റ് വരും. പിന്നെ രാത്രി 8 മണി വരെ. പിന്നെ നമുക്ക് ഇവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും കോളനിയിലുണ്ടെങ്കിൽ ഇതിന്റെ ഗുണം അവർക്ക് എങ്ങനെ അറിയാമെന്നൊന്ന് ചോദിച്ചോളാം. നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കണ്ട? ഈ കാലത്ത് 8 മണി മുതൽ 9:30 മണി വരെ അവിടെ പോയിരിക്കുന്നത് കൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ കുട്ടികൾക്ക്?
കുട്ടികൾ നല്ല പഠിക്കും, ടീച്ചർ പഠിപ്പിക്കും, പരീക്ഷയിലൊക്കെ പാസ്സാവുന്നുണ്ട്. പരീക്ഷയിലൊക്കെ പാസ്സാവും. അവർ വല്ല പുസ്തകം കൂടാതെ വല്ലതും വായിക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മളിവിടെ ഒരു ഒപ്പത്തിനൊപ്പം എന്ന ഒരു പ്രോഗ്രാമിൽ ചെറിയ കുട്ടികളെ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ളവരെ 1 മണിക്കൂർ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ആ കുട്ടികളൊക്കെ ഈ കോളനിയിലെ കുട്ടികളാണ്. ആ കുട്ടികൾ കാലത്ത് എണീറ്റാൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് കട്ടൻ ചായ മറ്റോ കുടിച്ച് പോയിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ അവർക്ക് വീട്ടിൽ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. അംഗൻവാടി മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിനായി ഓരോ കുട്ടിക്കും പഞ്ചായത്ത് ഹെൽത്ത് കാർഡ് നൽകിയിട്ടുണ്ട്. ഇക്കൊല്ലം ഡിവിഷൻ ഫോൾ വല്ലതും ഉണ്ടായോ? ഇല്ല, ഫോളില്ല. അടുത്ത കൊല്ലം ഉണ്ടാവാൻ ഇടയുണ്ടല്ലേ? അടുത്ത കൊല്ലം ഉണ്ടാവാൻ ഇടയില്ല. പിന്നെ 1-ാം ക്ലാസ്സിൽ ചേരുന്നവരെല്ലാം 4-ാം ക്ലാസ്സിൽ എത്തുന്നുണ്ടല്ലോ? ഉണ്ട്, മുഴുവൻ എത്തുന്നുണ്ട്. ഡ്രോപ്പ് ഔട്ട്സ് ഇല്ല. മുട്ട തിന്നുന്നുണ്ടോ? കോഴിമുട്ട ഇഷ്ടമാണോ? എൻ്റെ കാർഡൊന്ന് കാണട്ടെ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു തിയേറ്ററാണ്. തിയേറ്റർ എന്ന് പറഞ്ഞാൽ സിനിമ കാണാനുള്ള തിയേറ്റർ ഒന്നുമല്ല, വേൾഡ് കപ്പ് കാണാനുള്ള തിയേറ്ററാണ്. ഇത് പഞ്ചായത്തിലെ യുവ എന്ന് പറയുന്ന സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തിയേറ്ററാണ്. അപ്പോൾ നമുക്ക് തിയേറ്ററിലേക്ക് പോകാം. യുവ നിലമ്പൂർ പഞ്ചായത്തിലെ കൗമാരക്കാരുടെ കലാകായിക ക്ഷമത വർദ്ധിപ്പിക്കുവാനുള്ള സംഘടനയാണ്. സൗജന്യ ഫുട്ബോൾ പരിശീലനം പോലെയുള്ള പല പ്രവർത്തനങ്ങളും യുവയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ആദ്യം നമ്മളൊരു 13 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു ടീമാണ് ഇവിടെ ഉപയോഗിച്ചത്. 13 വയസ്സിന് താഴെ 10 മുതൽ 13 വരെ അല്ല, അത് താഴെ വേറെ വരുന്നുണ്ട്. ഈ 13 വയസ്സിന്റെ താഴെ എന്ന് പറയുമ്പോൾ ഒരു 12-11 വയസ്സ് വരെ വരും. അതിന്റെ താഴേക്ക് വരുന്നത് വേറൊരു കാറ്റഗറി. അപ്പോൾ അവരെങ്ങനെ സെലക്ട് ചെയ്യണം? അത് ഇവിടുന്ന് മൊത്തത്തിൽ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അതിനകത്ത് ഏകദേശം സ്കൂൾ വഴി പഞ്ചായത്ത് വഴി നേരിട്ട് സ്വീകരിക്കും. അപേക്ഷ സ്വീകരിച്ചിട്ട് ഒരു 400ഓളം കുട്ടികൾ വന്നിരുന്നു. അതിന് ആദ്യം 40 കുട്ടികളാക്കി. ആ 40 കുട്ടികളിൽ ഒരു 35ഓളം കുട്ടികൾ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അവർക്ക് ബൂട്ട് കിറ്റുകൾ മുഴുവൻ, ബൂട്ട്, ബോള്, ജേഴ്സി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. പരിശീലനം എപ്പോഴാണത്? അത് അവധി ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും ഉണ്ടാവും. അല്ലാത്ത ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിൽ വൈകുന്നേരം. പെൺകുട്ടികളില്ല? ഇല്ല. 2006 സെലക്ട് ചെയ്ത ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരിപ്പോഴും ഉണ്ട്. സീനിയേഴ്സ് എല്ലാവരും ഉണ്ട്. അവര് നല്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്ലബ്ബ് ഇപ്പോൾ ജില്ലാ ലീഗ് കളിക്കുന്നുണ്ട്. ഫസ്റ്റ് വർഷം തന്നെ ഞങ്ങളത് ചാമ്പ്യന്മാരായി വിടുന്നു. ക്വാർട്ടർ ഫൈനൽ ആയി കഴിഞ്ഞാൽ നല്ല കോച്ചസിനെ കൊണ്ടുവന്നിട്ട് ഈ കളി മുഴുവൻ ഇവിടുന്ന് വിശകലനം ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക്. സ്ക്രീനിലൊക്കെ നമ്മുടെ കളികളെല്ലാം പ്രദർശിപ്പിച്ചിട്ട് അത് വിശകലനം ചെയ്ത് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. പഞ്ചായത്തിലെ വിശപ്പ് രഹിത ഗ്രാമത്തിന്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും അവരോടൊപ്പം വരുന്നവർക്കും സൗജന്യമായ ഭക്ഷണം നൽകുന്ന ഒരു പദ്ധതിയാണ് ജൂറി ഇപ്പോൾ സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. അല്ല, ഇതിലിപ്പോൾ തിരിച്ചറിവെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ താലൂക്ക് ആശുപത്രിയിൽ നമ്മൾ പേവാർഡ് എടുക്കുന്നില്ല. മൊത്തം അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിനെ എടുക്കും. പേവാർഡ് നമ്മളതിൽ നിന്ന് ഒഴിവാക്കും. എന്നിട്ട് ഇവിടെ ജനറൽ വാർഡ് കിടക്കുന്നവർ മാത്രം. കാബേജ് തോരൻ, സാമ്പാർ, ചോറ്, ഉപ്പിലിട്ടില്ല. യൂണിറ്റിന്റെ പേരെന്താ? ഒരുമ വനിതാ കന്റീൻ. ഇത് മാത്രമാണ് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണം. വെരി ഗുഡ്. അല്ല, അവരോട് ക്യാൻറ്റീനിന്റെ താഴെ അവിടെ ദിവസം ഭക്ഷണമുണ്ട്. ഒരുമ കന്റീൻ. BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും സൗജന്യ മരുന്ന് വിതരണവും ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. 8000 ഗുളിക വേണം. ഞാൻ പറഞ്ഞു എനിക്ക് കഴിയൂല. 8000 രൂപയുടെ ഗുളിക കഴിക്കേണ്ടി വരുന്ന ഇത് ശരിയാവാൻ എത്രയായാലും നമ്മൾ കൊടുക്കാം. എത്രയായാലും നമ്മൾ കൊടുക്കാം. അവിടെ അസുഖം ഭേദമാവട്ടെ. എന്നാലും ഇത് കിട്ടിയതിൽ വളരെ നന്ദി. നല്ല കാര്യം. അത് ആ സന്തോഷം കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി കോളേജ് സന്ദർശിക്കാനാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ PSC കോച്ചിങ് ആണ് നടക്കുന്നത്. ഇഗ്നോയുമായി ബന്ധപ്പെട്ട ഫാഷൻ ഡിസൈനിങ് പോലുള്ള കോഴ്സുകളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങളും പഠനങ്ങളൊക്കെ നോക്കാം.
എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കഷ്ടിച്ച് എറണാകുളം ആൾക്കാരാണ് മുഴുവൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥത്തിൽ നിലവിലുള്ളത്. അപ്പോൾ തെക്കുള്ളവരെ വടക്ക് പോസ്റ്റ് ചെയ്താൽ ജോയിൻ ചെയ്യുകയും അപ്പം തന്നെ ലീവ് എടുത്ത് പോവുകയും ചെയ്യും. അതിന് അതാത് പ്രദേശത്തുള്ള ആളുകൾ ജോലിയിൽ പ്രവേശിക്കണം. അധ്യാപകർ വേണം, പോലീസുകാർ വേണം, എല്ലാ ജോലിയിലുള്ള കളക്ടർമാർ വേണം. അപ്പോൾ അതിന് അതാത് പ്രദേശത്തുള്ള ആളുകൾക്ക് സർക്കാർ ജോലി കിട്ടാൻ പ്രാപ്തരാക്കാനുള്ള ഈ ശ്രമം നമ്മുടെ ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടു കൂടിയിട്ട് ഈ പഞ്ചായത്ത് നടത്തുന്നത് വളരെ വളരെ പ്രശംസനീയമാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യം മലപ്പുറംകാർക്ക് എന്നുള്ള സർക്കാർ ജോലി ഞങ്ങൾക്ക് തന്നെ മലപ്പുറംകാർക്ക് എന്നുള്ള മുദ്രാവാക്യം ഞങ്ങളെല്ലാവരും കൂടി മുദ്രാവാക്യമാണ് ഞങ്ങളുടെ. ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ അവരുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് അവർ സമർപ്പിക്കേണ്ട അവർ ചെയ്ത പ്രാക്ടിക്കലിൻ്റെ ഒരു റെക്കോർഡാണ്. കമ്മ്യൂണിറ്റി കോളേജ് സന്ദർശിച്ചില്ലേ? ഇനിയിപ്പോൾ അടുത്തതായിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള പേപ്പർ ബാഗ് യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. പഞ്ചായത്തിൽ നിന്ന് എന്താണ് ഈ യൂണിറ്റിന് സഹായം? അല്ല, പണപരമായിട്ടാണോ ആശയപരമായിട്ടാണോ? ആശയപരമായിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നു. ഇപ്പൊ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഇതിപ്പോ നിങ്ങളെ ഇത് കുടുംബശ്രീ യൂണിറ്റാണ്, നിങ്ങളുടെ മുതൽ മുടക്കാണ്? അല്ല, പഞ്ചായത്തിന്റെ സഹായമുണ്ട്. അല്ല, സഹായവും മുതൽ മുടക്കും വേറെയാണ്. ഉണ്ട്. മുതൽ മുടക്കാരുടെ ഞങ്ങളും കൂടി ഉണ്ട്. എത്ര പേര്? ഞങ്ങൾ 10 പേര്. 10 പേര് ഓരോരുത്തരും എത്ര? 1 ലക്ഷം വീതം? ഞങ്ങള് തുടക്കത്തിൽ 300 രൂപ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്ത്. എത്രയായി? 5 മാസം. ലാഭം എത്രയും വല്ലതുണ്ടോ? ലാഭമായിട്ട് ഞങ്ങൾ കണക്കാക്കിയില്ല. ഇപ്പൊ തുച്ഛമായ വരുമാനമേ ഉള്ളൂ. അത് ഞങ്ങൾ അത്യാവശ്യത്തിന് വിറ്റാൽ എന്ത് മാർജിൻ കിട്ടും? ഇതൊന്നിന് 8 രൂപ വെച്ച് ഞങ്ങൾ വിൽക്കും. ബാഗില് 2 രൂപ കിട്ടുമായിരിക്കും. അത്രേ ഉള്ളൂ. നിലമ്പൂർ പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ നമ്മുടെ ജൂറി നേരിട്ട് സന്ദർശിച്ചു കഴിഞ്ഞു. ഇനി പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചർച്ചയ്ക്കായി പഞ്ചായത്തിലെ പ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ ജൂറിയും റെഡിയായി കഴിഞ്ഞു. ഇനി ചർച്ച എന്താണെന്ന് നമുക്ക് നോക്കാം. CDSന്റെ ചെയർപേഴ്സൺമാരെ പ്രതിനിധീകരിച്ച് ശ്രീമതി KV ആമിന. മൈക്രോ സംരംഭങ്ങൾ അതുപോലെ 60 ഗ്രൂപ്പ് സംരംഭങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഭവനശ്രീ പദ്ധതി 239ഓളം ഭവനശ്രീ പദ്ധതി കുടുംബശ്രീ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ വളരെ ബൃഹത്തമായ പദ്ധതി ആശ്രയ പദ്ധതി 2 തവണ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ റീസർവേ നടത്തി പൂർത്തീകരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള ചലഞ്ച് ഫണ്ട് 5 ലക്ഷം രൂപ സംസ്ഥാന മിഷനിൽ നമുക്ക് പാസ്സാവുകയും ബാക്കി ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി കൊടുക്കാനുള്ള പദ്ധതി പ്രവർത്തനങ്ങളായിട്ടാണ് ഇപ്പോൾ ആശ്രയ മുന്നോട്ട് പോകുന്നത്. കാർഷിക രംഗത്ത് പല കാര്യങ്ങളും യഥാസമയം നടപ്പായി പോകാത്തതിൻ്റെ ഫലമായി കർഷക സംഘം രൂപീകരിക്കുകയും ആ കർഷക സംഘത്തിലൂടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി ഇവിടെ 99% പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സുസ്ഥിരമായ ഒരു ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്ലാൻ ഫണ്ടിലെ 100% കഴിഞ്ഞ 2 വർഷങ്ങളിലും ചിലവാക്കിയ ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ കാർഷിക രംഗത്ത് അതിനെ സഹായിച്ചു എന്ന ഈ സമിതിക്ക് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ